പഴയകടങ്ങൾ, പൂർവകടങ്ങൾ, പൈശാചിക പീഡകൾ എന്തിനിറങ്ങിയാലും തടസ്സം, നഷ്ടം, കഷ്ടം, അതെല്ലാം കർത്താവ് ഡിലീറ്റ് ചെയ്ത് മാറ്റുകയാണ്. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഭവനത്തെ നമ്മളെ വലയം ചെയ്യുന്നു. ചുറ്റിക്കിടക്കുന്ന കുഞ്ഞാടിനെ തേടി വരുന്ന ഇടയനെ പോലെ യേശു കടന്നു വരുന്നു. അങ്ങനെ മകളെ, നീ രോഗിയാണോ? നീ വേദനയിലാണോ? നീ ദുഃഖദുരിതത്തിലാണോ? കരകയറാനാവാത്ത അവസ്ഥയിലാണോ? യേശു നിന്നെ കോരിയെടുക്കും, തോളിൽ വഹിക്കും. മോശ കണ്ടാതെ ദിവസരം അവിടെ ഒരു മുൾപ്പടർപ്പ് ജ്വലിക്കുന്നത് കണ്ട് മോശ അത് കാണാൻ വിസ്മയത്തോടെ അടുത്തു ചെന്നു. മോശേ, മോശേ, അടുത്തു വരുന്നത് നിന്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്നിടം പരിശുദ്ധമാണ്. പ്രാർത്ഥനയിലൂടെ ഇന്ന് നീ മുട്ടുകുത്തിയിരിക്കുന്ന ഈ സ്ഥലത്തെ പരിശുദ്ധമാക്കി ദൈവം നിന്റെ കണ്ണുനീർത്തുള്ളികൾ ഏറ്റെടുക്കുന്നു. മകനെ, മകളെ, മുൾപ്പടർപ്പുകൾക്കിടയിൽ, കത്തുന്ന മുള്ളുകൾക്കിടയിലൂടെ ദൈവം മോശയോട് സംസാരിച്ചു. ഈ സഹനങ്ങളിലൂടെ ദൈവത്തിന് എന്നോട് നിങ്ങളോടും പലതും സംസാരിക്കാനുണ്ടെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയും. സഹനങ്ങൾക്ക് കാരണക്കാരായവരെ ശപിക്കല്ലേ, തള്ളിക്കളയല്ലേ. സഹനം ഒരു അനുഗ്രഹമാണ്. സങ്കീർത്തനം 23:5-6 പറയുന്നു, ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് നിനക്ക് വിരുന്നെടുത്തു. നിന്റെ ജീവിതകാലം മുഴുവനും അവിടുത്തെ നന്മയും കരുണയും നിന്നെ അനുഗമിക്കും. പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതകാലം മുഴുവനും അനുഗ്രഹമായി തീരാൻ, അനുഗ്രഹം നൽകാൻ ദൈവം വഴിയൊരുക്കുന്നു. കുരിശിലേക്ക് അടുപ്പിച്ച് വേദനയോടെ യേശു പിടഞ്ഞത് എനിക്ക് വേണ്ടിയാണ്. എന്റെ കരങ്ങൾ കൊണ്ട് ചെയ്ത എന്റെ ഉപേക്ഷയുടെ പാപങ്ങൾ, ആ പാദങ്ങൾ വലിച്ചടിച്ച് കുരിശിലേക്ക് അടിച്ചിറക്കിയപ്പോൾ, ആണി അടിച്ചിറക്കിയപ്പോൾ അരുതാത്ത വഴികളിലൂടെ